പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 21-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ, ഈ പ്രഭാതവും ഈ വചന സന്ദേശവുമായി നിങ്ങളുടെ അരികിൽ വരുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വലിയ കോട്ടയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ ദാസന്മാരുടെ സ്തോത്രം പറയപ്പെടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അടിയങ്ങളും ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന നാളുകളിൽ ശക്തമായ ദൈവിക മറുപടികൾ കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു: യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ജീവിതത്തിൽ സംഘർഷങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യരില്ല. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടു കഴിയുമ്പോൾ അതിലും ഗൗരവമുള്ള മറ്റു വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. പലതും സഹിച്ചും മടുത്തും ജീവിതം തന്നെ ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നവരും കുറവല്ല. ഇങ്ങനെ ഇനി എത്ര നാൾ ജീവിക്കണം? എത്ര നാൾ ഈ ഭാരമെല്ലാം ഞാൻ തനിയെ ചുമക്കണം? എത്ര കാലം ഈ രോഗങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കും? ഈ സങ്കടങ്ങൾ ഞാൻ എത്ര കാലം കണ്ടുകൊണ്ടിരിക്കണം എന്ന് തുടങ്ങി സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ എത്ര വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടെയാണ്. ഈ ദൃശ്യ ചോദ്യങ്ങൾ നിന്ന് തന്നെ മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കാണുവാൻ അശക്തനാണെന്ന് തെളിയിക്കുന്നു. മനുഷ്യൻ ഒരിക്കലും നിരാശയോടുകൂടെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ജനം തന്നിൽ ആശ്രയിക്കുമ്പോൾ അവിടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൊടുക്കുക തന്നെ ചെയ്യും. ആമേൻ. എന്നാൽ ദൈവത്തിൽ നിന്നും നന്മകൾ അനുഭവിച്ചിട്ടും ജനം ദൈവത്തെ വിട്ടുപോവുകയും മ്ലേച്ഛതകൾ ചെയ്തും കണ്ടു ദൈവം ചോദിക്കുന്നു: എത്ര കാലം ഈ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും നീ? ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഇനി എത്ര കാലം നീ ജീവിക്കും? പലപ്പോഴും ദൈവം സംസാരിച്ചിട്ടും ശുദ്ധീകരണം പ്രാപിക്കുവാൻ മനസ്സില്ലാതെ ദുഷ്ടവിചാരങ്ങളോടുകൂടി പാപജീവിതം എത്ര കാലം നീ കഴിക്കും? ഈ തെറ്റുകൾ എല്ലാം ചെയ്തിട്ടും അതിനെക്കുറിച്ച് അനുതപിക്കാതെ എത്ര കാലം ജീവിക്കുമെന്നും ദൈവം ഈ പ്രഭാതം ചോദിക്കുന്നു. പ്രിയ ദൈവവേദിലെ, ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മുന്നിൽ സ്തോത്രം മറയ്ക്കാതെയും നമ്മുടെ ഉള്ളിൽ വിചാരം പിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദുഃഖം അനുഭവിക്കാതെയും ഇരിക്കണമെങ്കിൽ നമ്മുടെ ശത്രു നമ്മുടെ മേൽ ഉയർന്നിരിക്കാതെ അവൻ അടിയറ പറയണമെങ്കിൽ നാം ലോകത്തെ ത്യജിച്ച് പാപത്തെ വെറുത്ത് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിരവധി വിഷയങ്ങളുടെ മുമ്പിൽ തങ്ങളാൽ ഒന്നും സാധിക്കാതെ വരുമ്പോൾ ദൈവജനം ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്: കർത്താവേ, ഇത് എത്രത്തോളം എന്ന്. രോഗം, പട്ടിണി, കടഭാരം, ഏകാന്തത, ഭീഷണി ഇങ്ങനെ എത്ര നീറുന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന എത്രയോ ദൈവമക്കൾ ലോകത്തിലുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. അതുപോലെ ഹൃദയം തകർന്ന് ദൈവസന്നിധി നിലവിളിക്കുന്ന ഭക്തനെ കേൾക്കാതെ മുമ്പോട്ട് പോകുവാൻ ദൈവത്തിനും കഴിയുകയില്ല. ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ബർത്തമായിയുടെ ഒറ്റ നിലവിളിയിൽ യേശുവിൻ്റെ പാദം നിലയ്ക്കുവാനിടയായി. ദൈവത്തിൻ്റെ ശുശ്രൂഷകരായ ദൈവദാസന്മാർ ദൈവവചനപ്രകാരം ജനത്തെ നടത്തുവാൻ നോക്കിയിട്ടും അവർ അനുസരണക്കേട് കാണിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയെ നടക്കുന്നത് കണ്ടിട്ട് ഹൃദയം നുറുങ്ങി ജനത്തോട് ചോദിക്കുന്നത്: നിങ്ങൾ എത്രത്തോളം ഇരുത്തോണിയിൽ കാല് വയ്ക്കും? കാരണം കൂടാതെ ദൈവത്തിൻ്റെ ദാസന്മാരെ കുറ്റം പറയുന്നത് കേട്ടിട്ട് അവർ ചോദിക്കുന്നു: ഇതുപോലെ നിങ്ങൾ എത്ര കാലം ഭക്തന്മാരെ ആക്രമിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുമെന്ന്? ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് പോകുവാൻ മനസ്സില്ലാതെ നിങ്ങൾ എത്ര കാലം അലസരായി ജീവിക്കുമെന്നും ഭക്തന്മാർ ചോദിക്കുന്നു.
പ്രിയ ദൈവവേദിലെ നമ്മുടെ നടത്തിപ്പുകാരുടെ മനസ്സ് വിഷമിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മോട് അവർ ചോദിക്കുവാൻ നാം കാരണക്കാരാകുന്നുവോ എന്ന് നമ്മെ തന്നെ ഈ പ്രഭാതം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദേശത്ത് സാഹസങ്ങൾ പെരുകുന്നു. ദുഷ്ടൻ തന്നിലും നീതിമാനായവരെ ഉപദ്രവിക്കുന്നു. കവർച്ചയും പിടിച്ചുപറിയും അതിക്രമങ്ങളും ജനത്തിൻ്റെ ഇടയിൽ നടക്കുന്നു. ശരിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നീതിമാനും ഒരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുമായി പ്രവാചകൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം ഇപ്രകാരം മറുപടി നൽകുന്നു. ദൈവം ന്യായവിധി നടത്തുകയില്ല എന്ന് ധരിക്കുന്ന ജനത്തോട് ദൈവം പറയുന്നത് എല്ലാറ്റിനും ദൈവത്തിനൊരു സമയമുണ്ടെന്നും ദൂത് നിവർത്തിയാകാതെ പോകയില്ല എന്നും ഉറപ്പിച്ചു പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ഉറ്റവരും ഉടയവരും വേർപെട്ടു പോകുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നലുകൾ നമുക്കുണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിത പടക് തകരാതെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണ്. ആകയാൽ നാം നിരാശരാകാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. കരുണാമയനായ ദൈവം നമ്മോട് ഈ പ്രഭാതം കൂടെയുണ്ട് ദൈവവേദിലെ. ആകയാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും പറയാം, യഹോവയെ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ മറയ്ക്കുമെന്ന് കഴിഞ്ഞ നാളുകളിൽ നാം പറഞ്ഞ അതേ വാക്കുകൾ നമ്മുടെ മുഖത്തെ മറയ്ക്കാതെ വണ്ണം സ്തോത്രം നമ്മുടെ മുഖത്ത് പ്രസാദം വരുന്ന നിലകളിൽ ദൈവം നമുക്ക് മറുപടി നൽകുവാൻ സമയമായി. ദൈവത്തിൻ്റെ മറുപടിക്കുള്ള സമയമായി. യഹോവയെ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ആകയാൽ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയത്തിൽ നാം മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവം നമ്മുടെ കഷ്ടത കണ്ട്, നമ്മുടെ വേദന കണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ മറന്നു പോകയില്ല. ഈ പ്രഭാതം വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും കർത്താവേ, കഷ്ടതയോടുകൂടെ വേദനയോടുകൂടെ ദൈവം ഞങ്ങളെ മറന്നുപോകോ, ദൈവം ഞങ്ങൾക്ക് മറുപടി തരികയില്ലയോ, എൻ്റെ രോഗം സൗഖ്യമാകുകയില്ലയോ, എൻ്റെ കടഭാരം മാറുകയില്ലയോ, എൻ്റെ കുടുംബത്തിൽ സമാധാനം വരികയില്ലയോ, എൻ്റെ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകുകയില്ലയോ, നിരവധി ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈതൻ്റെ മുന്നിൽ കർത്താവെ മുഖം മറയ്ക്കാതെ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് പകൽ മറുപടി നൽകുന്ന ദിനങ്ങളായി മാറട്ടെ. അനേകർക്ക് സമാധാനം നൽകുന്ന ഒരു പകലായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.